ഹലോ സ്റ്റുഡൻസ്, നമ്മൾ തേർഡ് മൊഡ്യൂളിൻ്റെ അവസാന ഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മുമ്പോട്ട് കുറച്ച് റിസൾട്ട്സുകൾ പറയുന്നതിന് നമുക്ക് തേർഡ് മൊഡ്യൂളിൻ്റെ ആദ്യ ഭാഗത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തേർഡ് മൊഡ്യൂളിൻ്റെ ആദ്യ ഭാഗത്തേക്കൊന്ന് പോവുകയാണ്. തേർഡ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് എടുത്തതിന് ഒരു ക്ലാസ് കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിന് ശേഷമുള്ളൊരു ഭാഗം നമ്മൾ വീണ്ടും തേർഡ് മൊഡ്യൂളിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യ ഭാഗം വീണ്ടും എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ആ ഓർഡറിൽ തന്നെ എഴുതി പോകാൻ ശ്രദ്ധിക്കണം. നമ്മൾ അവസാന ഭാഗം തേർഡ് മൊഡ്യൂളിൻ്റെ ഒരു പകുതി കഴിഞ്ഞതിന് ശേഷമാണ് പകുതിയോട് കൂടിയാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ അത് ഏകദേശം തീരാറായി. തേർഡ് മൊഡ്യൂളിൻ്റെ അവസാന ഭാഗത്തോടായി. അവിടെ രണ്ട് റിസൾട്ട്സുകൾ പറയുന്നതിന് നമുക്ക് ആദ്യ ഭാഗത്തെ കുറച്ച് റിസൾട്ട്സുകളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വീണ്ടും തേർഡ് മൊഡ്യൂളിലെ ആദ്യ ഭാഗത്തേക്ക് വീണ്ടും വരികയാണ്. ഇപ്പോൾ ആദ്യ ഭാഗത്ത് ഒരു ക്ലാസ്സോടെ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞു. സോ അവിടെ നിങ്ങൾ ലീനിയർ മാപ്പിംഗ് എന്താണെന്ന് പറഞ്ഞു. ലീനിയർ മാപ്പിങ്ങിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. പ്രൊജക്ഷൻ ഓപ്പറേറ്റർ, ഡിഫറൻസിയേഷൻ ഓപ്പറേറ്റർ, അതൊക്കെ ലീനിയർ മാപ്പിങ്ങിന് എക്സാമ്പിൾസായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഒരു ഡെഫിനിഷൻ. പിന്നെ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട റിസൾട്ട് ഇതായിരുന്നു. എഫ് എന്ന് പറയുന്ന v2w ഒരു ലീനിയർ മാപ്പിംഗ് ആണെങ്കിൽ f(0v) = 0w ആയിരിക്കും. അതായത് ഫസ്റ്റ് വെക്റ്റർ സ്പേസിലെ 0 വെക്റ്ററിനെ ലീനിയർ മാപ്പിംഗ് സെക്കൻഡ് വെക്റ്റർ സ്പേസിൻ്റെ 0 വെക്റ്ററിലേക്കായിരിക്കും മാപ്പ് ചെയ്യുന്നത്. f(0v) = 0w. അതോടൊപ്പം തന്നെ ഫോർ ഓൾ x element of v f(-x) = -f(x). അപ്പോൾ ഇത് പ്രൂഫ്, ഇതിൻ്റെ പ്രൂഫ് പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ നിങ്ങൾ പറഞ്ഞു തീർന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ രണ്ട് ഡെഫിനേഷൻസ് അല്ലെങ്കിൽ നൊട്ടേഷൻസ് കണ്ടു. അത് ജസ്റ്റ് ആ ഡെഫിനേഷൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു പോകാം. അതായത് f(v) to w എന്ന് പറയുന്നത് ഒരു ലീനിയർ മാപ്പിംഗ് ആണ്. ഇസ് എ ലീനിയർ മാപ്പിംഗ്. അങ്ങനെ എക്സ് എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസ് വിയുടെ ഒരു സബ്സെറ്റാണ്. y എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസ് ഡബ്ല്യുവിൻ്റെ ഒരു സബ്സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വി ഡിഫൈൻ ഈ ഒരു നൊട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നൊട്ടേഷൻ നമ്മളിങ്ങനെയാണ് പറയുന്നത്, ദാറ്റ് ഈസ് എ ഡയറക്റ്റ് ഇമേജ് ഓഫ് എക്സ് അണ്ടർ എഫ്. ഡയറക്റ്റ് ഇമേജ് ഓഫ് എക്സ് അണ്ടർ എഫ്. ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസ് വിയുടെ ഫസ്റ്റ് സെറ്റിൻ്റെ ഒരു സബ്സെറ്റാണ്. ദെൻ ദിസ് മീൻസ് ദ ഡയറക്റ്റ് ഇമേജ് ഓഫ് എക്സ് അണ്ടർ എഫ്, ദാറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ f of x such that x element of ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും മീൻ ചെയ്യുന്നുള്ളൂ. എക്സ് എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസ് വിയുടെ ഒരു സബ്സെറ്റാണ്. സോ ഡയറക്റ്റ് ഇമേജ് ഓഫ് എക്സ് അണ്ടർ എഫ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന സെറ്റിലെ എലമെൻസിൻ്റെ ഇമേജുകളുടെ കളക്ഷനാണ്. എക്സ് എന്ന് പറയുന്ന സെറ്റിലെ എലമെൻസുകളുടെ ഇമേജുകളുടെ കളക്ഷനാണ്. സെറ്റ് ഓഫ് ഓൾ f of x such that x element of ക്യാപിറ്റൽ എക്സ്. എക്സിൻ്റെ ഇമേജ് വാല്യൂസിൻ്റെ കളക്ഷനാണ് ഈ സെറ്റ് കൊണ്ട്, ഈ ഒരു നൊട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സിലെ എലമെൻസിൻ്റെ ഇമേജ് വാല്യൂസിൻ്റെ കളക്ഷനാണ് ഈ ഒരു നൊട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ട മറ്റൊരു നൊട്ടേഷൻ ആയിരുന്നു ഇത്. ഇപ്പോൾ y എന്ന് പറയുന്നത് ഡബ്ല്യുവിൻ്റെ സബ്സെറ്റ് ആണെന്ന് പറഞ്ഞു. സോ ഇത് മീൻ ചെയ്യുന്നത്, ഇതിന് നമ്മൾ പറയുന്നത് ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് ഇമേജ് ഓഫ് y അണ്ടർ എഫ്. ഇൻവേഴ്സ് ഇമേജ് ഓഫ് y അണ്ടർ എഫ്. സോ that is a set of all x element of v such that f of x belongs to capital Y. f of x belongs to capital Y ആണ്. നൊട്ടേഷൻ എഴുതിയിരിക്കുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ട്. f of x belongs to capital Y ആണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നൊട്ടേഷൻ, അതായത് ഇൻവേഴ്സ് ഇമേജ് ഓഫ് y അണ്ടർ എഫ് മീൻ ചെയ്യുന്നത് വൈയിലെ എലമെൻസിൻ്റെ പ്രീ ഇമേജുകളുടെ കളക്ഷനാണ്. വൈയിലെ എലമെൻസുകളിലെ പ്രീ ഇമേജിൻ്റെ കളക്ഷനാണ്. ക്ലിയർ ആണല്ലോ? വൈയിലെ എലമെൻസുകളുടെ y എന്ന് പറയുന്നത് ഡബ്ല്യുവിൻ്റെ ഒരു സബ്സെറ്റാണ്. സോ വൈയിലുള്ള എലമെൻസുകളുടെ പ്രീ ഇമേജ്, സോ അത് വെക്റ്റർ സ്പേസ് വിയിൽ വരും. സോ അങ്ങനെയുള്ള പ്രീ ഇമേജുകളുടെ കളക്ഷനാണ് ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത്. സോ ഇത് ഇമേജുകളുടെ കളക്ഷനാണ്. എക്സിലെ എലമെൻസുകളുടെ ഇമേജുകളുടെ കളക്ഷനാണ് ഈ സെറ്റ് എന്ന് പറയുന്നത്. ഇത് വൈയിലെ എലമെൻസുകളുടെ പ്രീ ഇമേജുകളുടെ കളക്ഷനാണ് ഈ സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രീ ഇമേജും ക്ലിയർ ആണല്ലോ? ഓക്കെ, ദിസ് ഇൻവേഴ്സ് ഇമേജ് ഓഫ് y അണ്ടർ എഫ്. അപ്പോൾ അതിന് നമ്മളൊരു എക്സാമ്പിൾ കണ്ടു. ഡിഫറൻസിയേഷൻ മാപ്പ്. we consider the differentiation map, linear mapping differentiation map d from Rn of x to Rn of x. So Rn of x is a set of all set of all polynomials of degree less than or equal to. Okay, അപ്പോൾ Rn of x ൽ നിന്നും Rn of x ലേക്കുള്ള ഡിഫറൻസിയേഷൻ മാപ്പാണ് d ആണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് we consider the direct image of
Rn of x under D. ഡയറക്റ്റ് ഇമേജ് ഓഫ് Rn of x under D എന്ന് പറയുന്നത് എന്താ വരിക? അതായത് Rn of xയിലെ എലമെൻസുകളുടെ ഇമേജാണ്, ഇമേജുകളുടെ കളക്ഷനാണ്. Rn of xയിലെ എലമെൻസുകളുടെ ഇമേജ് വാല്യൂസിൻ്റെ കളക്ഷനാണ് ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ Rn of x എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അതാണ് Rn of x എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മാപ്പിംഗ് D ആണ്, ദാറ്റ് ഈസ് എ ഡിഫറൻസിയേഷൻ മാപ്പിംഗ് ആണ്. സോ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n കൺസിഡർ ചെയ്യുമ്പോൾ ദെൻ ആ എലമെൻസിൻ്റെ ഡിഫറൻസിയേഷൻ ഡെറിവേറ്റീവ് എടുക്കുക. ദാറ്റ് മീൻസ് Rn of xയിലെ എലമെൻസുകളുടെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1 ആയിരിക്കും വരിക. ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് nth ഡിഗ്രി പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ n-1 ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും കിട്ടുക. n-1 ഡിഗ്രി പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ n-2 ആണ്. ദാറ്റ് ഈസ് Rn of xയിലെ അല്ലെങ്കിൽ n ഡിഗ്രി പോളിനോമിയൽസ്, n ഡിഗ്രി സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n കൺസിഡർ ചെയ്യുമ്പോൾ അതിലെ ആ സെറ്റിലെ എലമെൻസിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1 ആണ് വരിക. സോ ദാറ്റ് മീൻസ് ഈ സെറ്റിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് that is Rn-1 of x ആണ് കിട്ടുക. ക്ലിയർ ആണല്ലോ? Rn-1 of x. ഇനി മറ്റൊരു പ്രീ ഇമേജ്, അടുത്തായിട്ട് നമ്മൾ പ്രീ ഇമേജ് അല്ലെ ഇൻവേഴ്സ് ഇമേജ് എടുക്കുകയാണ്. ദറ്റ് ഈസ് ഇൻവേഴ്സ് ഇമേജ് ഓഫ് 0 അണ്ടർ D. ദറ്റ് ഈസ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതാണ് സീറോയുടെ പ്രീ ഇമേജ് അണ്ടർ D എന്ന് പറഞ്ഞാൽ പ്രീ ഇമേജ് ഉദ്ദേശിക്കുന്നത് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ, അതായത് Rn of xയിലെ D എന്ന് പറയുന്നത് Rnൽ നിന്നും Rnലേക്കുള്ള മാപ്പിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ 0 എന്ന് ഉദ്ദേശിക്കുന്നത് Rn of xയിലെ 0 വെക്ടറാണ്. Rn of xയിലെ 0 വെക്ടർ പറഞ്ഞാൽ 0 പോളിനോമിയൽ 0. സോ ദാറ്റ് മീൻസ് ഈ 0യുടെ പ്രീ ഇമേജ്, അതായത് Rn of xയിലെ ഏത് എലമെൻറ്റിൻ്റെ ഇമേജ് എടുക്കുമ്പോഴാണ് എനിക്ക് 0 കിട്ടുന്നത് എന്ന് നോക്കിയാൽ മതി. അപ്പോൾ Rn of xയിലെ എലമെൻസിൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ Rn of xയിലെ എലമെൻസിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എനിക്ക് 0 കിട്ടണം. അപ്പോൾ ഇങ്ങനെയുള്ള പോളിനോമിയൽസിൻ്റെ ഡെറിവേറ്റീവാണ് 0 കിട്ടുക. കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസിൻ്റെ ഡെറിവേറ്റീവാണ് 0 കിട്ടുക. ദാറ്റ് മീൻസ് 0യുടെ പ്രീ ഇമേജ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ് ആണ്. സോ സെറ്റ് ഓഫ് ഓൾ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n വിത്ത് റിയൽ കോഎഫിഷ്യൻസ് ആണ്. സോ സെറ്റ് ഓഫ് ഓൾ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ് എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ് വരിക. സോ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ദാറ്റ് മീൻസ് R ആണ്, റിയൽ ലൈൻ ആണ് വരിക. സോ ഇൻവേഴ്സ് ഇമേജ് ഓഫ് 0 അണ്ടർ D എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്, റിയൽ ലൈൻ ആണ് കിട്ടുക. ഡയറക്റ്റ് ഇമേജ് ഓഫ് Rn of x അണ്ടർ D എന്ന് പറയുന്നത് Rn-1 of x എന്നുള്ള ആ ഒരു സെറ്റാണ് കിട്ടുക. ക്ലിയർ ആണല്ലോ? ഓക്കെ. ദെൻ മറ്റൊരു നോട്ട്, വി കൺസിഡർ ദ മാപ്പിംഗ്സ് ഡയറക്റ്റ് ഇമേജ് ഓഫ് f and the inverse image of f are inclusions preserving. That is, if x1 subset or equal to x2, then direct image of x1 under f subset or equal to direct image of x2 under f. And if y1 subset or equal to y2, then inverse image of y1 under f subset or equal to inverse image of y2 under f. Okay. Result clear ആണല്ലോ? So അത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സബ്സെറ്റാണെന്ന് കാണിക്കണം. സോ x1 സബ്സെറ്റ് ഓർ ഈക്വൽ ടു x2 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കാണിക്കേണ്ടത് ഡയറക്റ്റ് ഇമേജ് ഓഫ് x1 അണ്ടർ f സബ്സെറ്റ് ഓർ ഈക്വൽ ടു ഡയറക്റ്റ് ഇമേജ് ഓഫ് x2 അണ്ടർ f എന്നാണ് കാണിക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ഇമേജ് ഓഫ് x1 അണ്ടർ fൽ ഞാനൊരു എലമെൻറ്റ് ചൂസ് ചെയ്യാണ്, y എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ചൂസ് ചെയ്യാണ്. ദാറ്റ് ഈസ് വി ചൂസ് y എലമെൻറ്റ് ഓഫ് ഡയറക്റ്റ് ഇമേജ് ഓഫ് x1 അണ്ടർ f. അപ്പോൾ നമ്മൾ എന്ത് കാണിക്കണം? ഈ y എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇമേജ് ഓഫ് x2 അണ്ടർ fലുണ്ടെന്ന് കാണിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പോൾ y എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇമേജ് ഓഫ് x1 അണ്ടർ fലുണ്ട് എന്ന് പറഞ്ഞതിന് മീനിങ് എന്താണ്? y ഡയറക്റ്റ് ഇമേജിലുണ്ടെന്ന് പറഞ്ഞാൽ അതിന് മീനിങ് എന്താണ്? ദാറ്റ് മീൻസ് x1 എന്ന് പറയുന്ന സെറ്റിലെ ഏതോ ഒരു എലമെൻറ്റിൻ്റെ ഇമേജാണ് y. ശരിയല്ലേ? ഡയറക്റ്റ് ഇമേജ് ഓഫ് x1 അണ്ടർ f എന്ന് പറയുന്നത് x1 എലമെൻസുകളുടെ ഇമേജ് വാല്യൂസിൻ്റെ കളക്ഷനാണ് ഈ സെറ്റ് എന്ന് പറയുന്നത്. സോ y എന്ന് പറയുന്ന ആ സെറ്റിലുണ്ടെന്ന് പറഞ്ഞാൽ അതിന് മീനിങ് x1 ഏതോ ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് എടുത്തപ്പോൾ അണ്ടർ f എടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? y കിട്ടി എന്നുള്ളതാണ് അതിന് മീനിങ്. ദാറ്റ് മീൻസ് y ഈസ് ഈക്വൽ ടു സം f ഓഫ് x വിത്ത് x ബിലോങ്സ് ടു ക്യാപിറ്റൽ x1. ക്ലിയർ ആണല്ലോ? അപ്പോൾ x എന്ന് പറയുന്നത് ക്യാപിറ്റൽ x1 നമ്മുടെ അസംഷൻ, നമ്മൾ കണ്ടീഷൻ തന്നിരിക്കുന്ന അനുസരിച്ച് x1 സബ്സെറ്റ് ഓർ ഈക്വൽ ടു x2 ആണ്. ദാറ്റ് ഈസ് x1 സബ്സെറ്റ് ഓർ ഈക്വൽ ടു x2 ആണ്. അതായത് x എന്ന് പറയുന്നത് ക്യാപിറ്റൽ x2 കിട്ടി. ദാറ്റ് ഈസ് വി ഗെറ്റ് x ബിലോങ്സ് ടു ക്യാപിറ്റൽ x2.
ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കും? എക്സ് ടുവിൽ ഒരു എലമെൻ്റ് ആണ് എക്സ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ടുവിൻ്റെ ഡയറക്റ്റ് ഇമേജിലുണ്ടായിരിക്കും, ശരിയല്ലേ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ടുവിൻ്റെ ഡയറക്റ്റ് ഇമേജിലുണ്ടായിരിക്കും, ശരിയല്ലേ? എഫ് ഓഫ് എക്സ് ടു ഇത് മീൻ ചെയ്യുന്നതാണ് ഡയറക്റ്റ് ഇമേജ് ഓഫ് എക്സ് ടു അണ്ടർ എഫ് എന്ന് പറയുന്നത് എക്സ് ടുവിലെ എലമെൻസുകളുടെ ഇമേജ് വാല്യൂസിൻ്റെ കളക്ഷനാണ് ഈ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഒരു എലമെൻ്റാണ് എക്സ് ടുവിലെ എലമെൻ്റാണ് എക്സ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഇമേജ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കും? ഡയറക്റ്റ് ഇമേജ് ഓഫ് എക്സ് ടു അണ്ടർ എഫിൽ ഉണ്ടായിരിക്കും, ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് വൈ എന്ന് പറയുന്നത് എവിടെയുണ്ടെന്ന് കിട്ടി? വൈ എന്ന് പറയുന്നത് ഈ ഒരു സെറ്റിലുണ്ടെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ വൈ ചൂസ് ചെയ്ത് എവിടെയായിരുന്നു? ഈ സെറ്റിലാണ് നമ്മൾ ചൂസ് ചെയ്ത്. ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടി? വൈ എന്ന് പറയുന്നത് ഈ സെക്കൻഡ് സെറ്റിലുണ്ടെന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റിൻ്റെ ഒരു സബ്സെറ്റ് ആണെന്ന് പറയാം. അതായിരുന്നു റിസൾട്ട് നമ്പർ 1 എന്ന് പറയുന്നത്. ഇനി റിസൾട്ട് 2ലേക്ക് വന്നു കഴിഞ്ഞാൽ ഗിവൺ y1 സബ്സെറ്റ് ഓർ ഈക്വൽ ടു y2 നമുക്ക് എന്ത് കാണിക്കണം? ഇൻവേഴ്സ് ഇമേജ് ഓഫ് y1 അണ്ടർ എഫ് സബ്സെറ്റ് ഓർ ഈക്വൽ ടു ഇൻവേഴ്സ് ഇമേജ് ഓഫ് y2 അണ്ടർ എഫ് എന്ന് കാണിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് സെറ്റിലൊരു എലമെൻറ്റ് ചൂസ് ചെയ്യുക. വി ചൂസ് എക്സ് എലമെൻറ്റ് ഓഫ് ഇൻവേഴ്സ് ഇമേജ് ഓഫ് y1 അണ്ടർ എഫ്. ഫസ്റ്റ് സെറ്റിൽ ഞാൻ ഒരു എലമെൻറ്റ് ചൂസ് ചെയ്തു, ആർബിട്രറി എലമെൻറ്റ് ചൂസ് ചെയ്തു, എക്സ് എന്ന് പറയും. ഇത് എവിടെയുണ്ടെന്ന് കാണിക്കണം? സെക്കൻഡ് സെറ്റിലുണ്ടെന്ന് കാണിക്കണം. സോ എക്സ് ഈ സെറ്റിലുണ്ടെന്ന് പറയുന്ന മീനിങ് എന്താണ്? ഈ സെറ്റ് എന്തായിരുന്നു? y1ലെ എലമെൻസിൻ്റെ പ്രീ ഇമേജ് ആണ് ഈ സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. y1ലെ എലമെൻസുകളുടെ പ്രീ ഇമേജ് ആണ് ഈ സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പ്രീ ഇമേജുകളുടെ കളക്ഷനിൽ എക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് മീനിങ് എന്താണ്? y1ലെ ഏതോ ഒരു എലമെൻറ്റിൻ്റെ പ്രീ ഇമേജ് എടുക്കുമ്പോഴാണ് എനിക്ക് എക്സ് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? y1ലെ ഏതോ ഒരു എലമെൻറ്റിൻ്റെ പ്രീ ഇമേജ് എടുക്കുമ്പോഴാണ് എനിക്ക് എക്സ് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കും? ദാറ്റ് മീൻസ് y1ലെ ഏതോ ഒരു എലമെൻറ്റിൻ്റെ പ്രീ ഇമേജ് ആണ് എക്സ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കും? y1ൽ ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? പ്രീ ഇമേജ് ആണ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഇമേജ് എടുക്കുമ്പോൾ എവിടെ ഉണ്ടായിരിക്കും? y1ലെ ഏതോ ഒരു എലമെൻറ്റിൻ്റെ പ്രീ ഇമേജ് ആണ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഇമേജ് എടുക്കുമ്പോൾ അത് എവിടെ ഉണ്ടായിരിക്കും? y1ൽ ഉണ്ടായിരിക്കും. പ്രീ ഇമേജ് എക്സ് ആണെങ്കിൽ എക്സിൻ്റെ ഇമേജ് എവിടെ ഉണ്ടായിരിക്കും? y1ലായിരിക്കും കിടക്കുക. ക്ലിയർ അല്ലേ? സോ വി ഗെറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കും? y1ൽ ഉണ്ടായിരിക്കും. എഫ് ഓഫ് എക്സ് y1ലെ എലമെൻ്റ് ആണ്. ഓക്കെ. സോ എഫ് ഓഫ് എക്സ് y1ലെ എലമെൻ്റ് ആണ്. ഗിവൺ y1 സബ്സെറ്റ് ഓർ ഈക്വൽ ടു y2 തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗിവൺ കണ്ടീഷൻ. ദെയർഫോർ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് y2ലെ എലമെൻ്റ് ആണെന്ന് കിട്ടി. എഫ് ഓഫ് എക്സ് y2ലെ എലമെൻ്റ് ആണെന്ന് കിട്ടി. എഫ് ഓഫ് എക്സ് y2ലെ എലമെൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതായത് എക്സിൻ്റെ ഇമേജ് എടുത്തപ്പോൾ അത് y2 അണ്ടർ എഫ് എടുത്തപ്പോൾ അത് y2വിലുണ്ട്. എക്സിൻ്റെ ഇമേജ് അണ്ടർ എഫ് എടുത്തപ്പോൾ അത് y2വിലുണ്ട് എന്ന് പറഞ്ഞാൽ എക്സ് എവിടെയുണ്ടെന്ന് പറയാം? എക്സ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഇമേജ് ഓഫ് y2 അണ്ടർ എഫിലുണ്ടായിരിക്കും, ശരിയല്ലേ? ക്ലിയർ അല്ലേ? കാരണം എന്താണ്? ഇൻവേഴ്സ് ഇമേജ് ഓഫ് y2 അണ്ടർ എഫ് എന്ന് പറയുന്നതിൻ്റെ കളക്ഷൻ ഈ സെറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? y2ലെ എലമെൻസിൻ്റെ പ്രീ ഇമേജുകളുടെ കളക്ഷനാണ് ഈ സെറ്റ് എന്ന് പറയുന്നത്. y2ലെ എലമെൻസുകളുടെ പ്രീ ഇമേജുകളുടെ കളക്ഷനാണ് ഈ സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ y2ലെ ഒരു എലമെൻ്റാണ് എഫ് ഓഫ് എക്സ്. സോ അതിൻ്റെ പ്രീ ഇമേജ് എന്താണ്? എക്സ് ആണ്. ദാറ്റ് മീൻസ് ഈ എക്സ് എന്ന് പറയുന്നത് എവിടെയുണ്ട്? ഇൻവേഴ്സ് ഇമേജ് ഓഫ് y2 അണ്ടർ എഫിലുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ദെയർഫോർ വി ഗെറ്റ് എക്സ് ബിലോങ്സ് ടു ഇൻവേഴ്സ് ഇമേജ് ഓഫ് y2 അണ്ടർ എഫ്. അപ്പോൾ നമ്മൾ എക്സ് നമ്മൾ ഫസ്റ്റ് സെറ്റ് ചൂസ് ചെയ്തു, ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടി? ഈ സെക്കൻഡ് സെറ്റിലുണ്ടെന്ന് കിട്ടി. ദെയർഫോർ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റിൻ്റെ ഒരു സബ്സെറ്റ് ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ.